വെൽക്കം ടു ബിസ്മി ബേക്കേഴ്സ് കുക്കിംഗ് വ്ളോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തേങ്ങ വറുത്തരയ്ക്കാത്ത ഒരു ഉള്ളിത്തീയലാണ് ഞാൻ ഉണ്ടാക്കിയത്. വീഡിയോ കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. ഉള്ളിത്തീയൽ ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളി നന്നാക്കിയതും പച്ചമുളകും കറിവേപ്പിലയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഓരോ ചെറിയ ഉള്ളിയും ചെറിയ തിക്നെസ്സിൽ സ്ലൈസ് ചെയ്തെടുക്കണം. കൂടാതെ പച്ചമുളക് നീളത്തിൽ 2ആയി കട്ട് ചെയ്തെടുക്കുകയും വേണം. അത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുക്കിങ്ങിലേക്ക് പോകാം. ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ടു കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടി കഴിയുമ്പോൾ ഉണക്കമുളകും ഇട്ടു കൊടുക്കാം. അതിനുശേഷം ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും പച്ചമുളകും കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർക്കാം. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇപ്പോൾ തന്നെ ഇട്ടുകൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊന്നും മൂപ്പിച്ചെടുക്കാൻ പാടില്ല, അത്രയൊന്നും വേണ്ട. ചെറിയ ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റിയാൽ മതി. ഇതേമാതിരി ആകണം. ഇത്രയുമായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മർ ചെയ്യണം. അതിനുശേഷം പൊടികൾ ചേർക്കാം. എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഫ്ലെയിം സിമ്മർ ചെയ്യുന്നത്. പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. തുടർച്ചയായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം വാളൻ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കറിക്ക് ഗ്രേവി വേണ്ടേ, അതിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം മുരിങ്ങയ്ക്ക ഇട്ടുകൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെട്ടിത്തിളച്ച് കഴിഞ്ഞാൽ അത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ സാവകാശം വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഇനി പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം പഴയതുപോലെ വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് വീണ്ടും ഓപ്പൺ ചെയ്യാം. കറി നല്ല പാകത്തിന് വറ്റി നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ.